കഥ ഭർത്താവ് ഭാഗം 18. ശ്യാം സുന്ദറിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടതോടെ വീട്ടിനുള്ളിൽ നിന്നും സുനിത ഇറങ്ങി പുറത്തേക്ക് വന്നു. അവളുടെ തൊട്ടു പിന്നാലെ ശ്രീകുട്ടനും ഇറങ്ങി വന്നു. അവൻ സിറ്റൗട്ടിൽ നിന്നുള്ള പടികളിറങ്ങുമ്പോൾ വേച്ചുപോകാതിരിക്കാൻ ഒരു കൈകൊണ്ട് സുനിതയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്രീലേഖ പുറത്തിറങ്ങി കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അവർ വാങ്ങിവെച്ചിട്ടുള്ള സാധനങ്ങൾ നിറച്ച കിറ്റുകൾ പുറത്തെടുക്കുകയാണ്. ശ്യാം സുന്ദർ പുറത്തിറങ്ങും മുമ്പ് തന്നെ സീറ്റിൽ തിരിഞ്ഞിരുന്ന് പിന്നിൽ നിന്നും 1-2 പാക്കറ്റുകൾ കയ്യിലെടുത്തിരുന്നു. ആദ്യമായി മാടവനയിലേക്ക് വരുന്നതിനാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സുകൾ എടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. ശ്രീലേഖ 2 പാക്കറ്റുകളെടുത്ത് സുനിതയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊന്ന് പിടിച്ചേടി, ഇനി 1-2 കൂടിയുണ്ട്, ഞാൻ അതൊന്ന് എടുക്കട്ടെ. സീറ്റിൽ നിന്ന് ഉരുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീണ് കിടന്ന കിറ്റുകൾ കൂടി എടുത്ത ശേഷം ശ്രീലേഖ കാറിൻ്റെ ഡോർ അടച്ചു. അത് ഞാൻ പിടിക്കണോ ചേച്ചി? അവളുടെ കയ്യിലിരിക്കുന്ന പാക്കറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീകുട്ടൻ തിരക്കി. വേണ്ട മോനെ, ശ്രീലേഖ അവനെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവർ സിറ്റൗട്ടിലേക്ക് കയറി. ശ്രീലേഖ പടിയിൽ നിന്നും കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. ശ്യാം സുന്ദർ കാറിനുള്ളിൽ തന്നെ ഇരുന്നും കൊണ്ട് ആരോ ഫോൺ വിളിച്ചതിന് മറുപടി പറഞ്ഞ ശേഷം കോൾ കട്ട് ചെയ്യുകയാണ്. ശ്യാമേട്ട ഇറങ്ങി വാ, ശ്രീലേഖ അവിടെ നിന്നുകൊണ്ട് അവനെ ക്ഷണിച്ചു. ശ്യാം സുന്ദർ പുറത്തിറങ്ങി അവർക്ക് നേരെ നടന്നു ചെന്നു. ആരാ ശ്യാമേട്ട വിളിച്ചത്? അവൻ അടുത്തേക്ക് വന്നപ്പോൾ ശ്രീലേഖ തിരക്കി. ഗീതുവാ, നാളെയല്ലേ അവിടെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിട്ടുള്ളത്? തിരക്കിനിടയിൽ നമ്മൾ അത് മറന്നു പോകാതിരിക്കാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. നിങ്ങളപ്പോൾ ഇന്ന് തന്നെ മടങ്ങിപ്പോവാണോ ചേച്ചി? അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന സുനിത ചോദിച്ചു. ഇന്നിവിടെ സ്റ്റേ അല്ലേ നിങ്ങൾ? അവൾ 2 പേരെയും മാറി മാറി നോക്കി. അവൾക്കുള്ള മറുപടി ശ്യാം സുന്ദർ പറഞ്ഞോളൂ എന്നർത്ഥത്തിൽ ഒരു ചിരിയുമായി നിൽക്കുകയാണ് ശ്രീലേഖ. നാളെ ഒരു വിരുന്നുണ്ടടി ചെങ്ങന്നൂർ, ഗീതുവിൻ്റെ വീട്ടിലേക്ക്. ശ്യാം സുന്ദറാണ് അവൾക്കുള്ള മറുപടി കൊടുത്തത്. കഷ്ടമുണ്ടേ ശ്യാമേട്ട, ഞാൻ കരുതി ചേച്ചി ഇന്ന് ഇവിടെ നിൽക്കുമെന്നാ. ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാം കരുതിയേക്കുന്നത് നിങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണെന്ന. സുനിതയുടെ വാക്കുകളിൽ വല്ലാത്ത നിരാശ പ്രകടമായിരുന്നു. അതിന് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതിനാടി? ഇന്ന് പോയാലും 4-5 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരികെ ഇങ്ങോട്ടല്ലേ വരുന്നത്. പിന്നെ സദാസമയം നിനക്കിൻ്റെ ചേച്ചിയെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ശ്യാം സുന്ദർ കയ്യിലിരുന്ന കിറ്റുകൾ ശ്രീലേഖയ്ക്ക് കൈമാറിയ ശേഷം സിറ്റൗട്ടിൽ കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു. ഇവിടെ ഇരിക്കുകയാണോ ശ്യാമേട്ടൻ? അകത്തേക്ക് വന്ന് അവിടെ ഇരിക്കുക ശ്യാമേട്ട. ശ്രീലേഖ അവനെ അവിടെ നിന്ന് എണീപ്പിച്ചു അകത്തേക്ക് കൊണ്ടുപോയി. അമ്മയില്ലേടി ഇവിടെ? അത്ര നേരമായിട്ടും സരോജിനി അമ്മയെ അവിടെയെങ്ങും കാണാഞ്ഞ് അവൻ സുനിതയോട് ചോദിച്ചു. സുനിത അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് വിരൽ ചൂണ്ടി സരോജിനിയമ്മ താഴെ നിന്നും ഒരു കെട്ട് പുല്ലും തലയിൽ വെച്ചും കൊണ്ട് കയറി വരുന്നത് അവൾ ശ്യാമിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മകളും മരുമകനും വന്നെന്ന് കണ്ടതോടെ അവർ പുല്ലുകെട്ട് താഴെയിട്ട ശേഷം കൈ കഴുകിയിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ താഴെ റബ്ബർ തോട്ടത്തിൽ പൂവാലിയെ കൊണ്ടുപോയി കെട്ടാൻ പോയതാ മോനെ. അവിടെ ആകുമ്പോൾ തണലുള്ളതുകൊണ്ട് അവൾ വൈകുന്നേരം വരെ അവിടെ നിന്ന് തിന്നോളും. ഇടയ്ക്കൊരിറ്റി കാടിവെള്ളം കൊണ്ട് കൊടുക്കേണ്ട ജോലിയേ നമുക്കുള്ളൂ. ഞാൻ അവിടെ പുല്ലരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മീൻ വാങ്ങിക്കാൻ പോയിട്ട് വന്ന ശാന്തമ്മയെ പറഞ്ഞത് വീട്ടിലേക്കൊരു കാറ് കയറിപ്പോകുന്നു കണ്ടേ ചേച്ചി. ശ്രീലേഖയും ഭർത്താവും ആണെന്ന് തോന്നുന്നു എന്ന്. അപ്പോഴേ ഞാൻ ഓടി വന്നതാ. അവർ മരുമകനെ സന്തോഷത്തോടെ നോക്കി. ഈ വയ്യാത്ത അമ്മ വയസ്സുകാലത്ത് ഈ പണിക്ക് നിൽക്കേണ്ടതുണ്ടോ അമ്മേ? പശുവിൻ്റെ കയറിൽ പിടിച്ചും കൊണ്ട് നടക്കുമ്പോൾ അതൊന്ന് കയറ് വെട്ടിച്ചാൽ തീർന്നില്ലെല്ലാം. ഒന്നാമതേ സുഖമില്ലാത്ത അമ്മ, ഒരിടത്ത് വീണു പോയാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഓ, അങ്ങനൊന്നും ഉണ്ടാവില്ല മോനെ. ഇതുപോലെ അനുസരണയുള്ളൊരു പയ്യ് ഈ ലോകത്ത് വേറെ കാണില്ല. ഒരു കൊച്ചു കുഞ്ഞിന് പോലും കൊണ്ട് നടന്ന് മേയ്ക്കാം. അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരടി മുൻപോട്ട് വയ്ക്കില്ല. അവളെ കൊണ്ട് പോയി എവിടെയും കെട്ടണമെന്ന് പോലുമില്ല.
കൃഷിയൊക്കെ കഴിഞ്ഞ നേരമാണെങ്കിൽ കയറി വിട്ടിരുന്നാൽ മതി. തിന്നു വയറ് നിറയുമ്പോൾ തനിയെ വീട്ടിൽ പോന്നോളും. സരോജിനിയമ്മയ്ക്ക് പൂവാലിയെപ്പറ്റി ആരോട് പറയാനും 100 നാവാണ്. വളർത്തു പശുക്കൾക്കൊക്കെ ഇപ്പോൾ എന്താ വില? മാസം തികച്ചു കൊടുത്താൽ ചോദിക്കുന്നത് വില കിട്ടും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈയിടെ കറവയുള്ള ഒരു പശുവിനെയും കുട്ടിയെയും വാങ്ങിച്ചത് 1.10. നല്ല പാലുള്ള ഇനമാണെങ്കിൽ വില അതിലും കൂടും. ശ്യാമേട്ടാ, അമ്മ വയലൻ്റ് ആകുമേ ഇത് കേൾക്കുന്നത്? അമ്മയ്ക്ക് കലിയ. അമ്മയോട് ആർക്കും എന്ത് കാര്യവും പറയാം. പക്ഷേ ഇതൊഴിച്ച് പൂവാലിയെ കൊടുക്കുന്നു എന്ന് ചോദിച്ചെങ്ങാനും ആരെങ്കിലും വന്നാൽ ആ വരുന്ന ആളുമായി അമ്മ യുദ്ധം തന്നെ ഉണ്ടാകും. 1-2 തവണ അക്കിടി പറ്റി ഇവിടെ ആൾക്കാർ വന്നിട്ടുള്ളതാ, പറഞ്ഞില്ലെന്ന് വേണ്ട. സുനിത ഒരു താക്കീതിൻ്റെ മട്ടിൽ പറഞ്ഞു. പോടി അവിടുന്ന്, വയ്യാണ്ട് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞാനാ യുദ്ധം ചെയ്യുന്നത്? പറയുന്നതിന് ഒരതിരൊക്കെ വേണ്ടേ? നീ നിന്ന് കിന്നാരം പറയാതെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുമെണ്ണേ. അവർ വന്നിട്ട് എത്ര നേരമായടി? സരോജിനിയമ്മ പെട്ടെന്ന് മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു. ശ്യാംസുന്ദരെയും അവന് കൂട്ടായി ശ്രീകുട്ടനെയും അവിടെ ഇരുത്തിയിട്ട് അവർ ഓരോരുത്തരായി അടുക്കളയിലേക്ക് പോന്നു. ശ്യാംസുന്ദറും ശ്രീകുട്ടനോട് പഠനകാര്യങ്ങളും സ്കൂളിലെ വിശേഷങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞും കൊണ്ടിരുന്നു. സരോജിനിയമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് എടുത്തും കൊണ്ട് വരുമ്പോഴേക്കും സുനിത ഗ്ലാസുകൾ കഴുകി നിരത്തി വെച്ച് കഴിഞ്ഞു. സരോജിനിയമ്മ കണ്ട നേരം മുതൽ ശ്രീലേഖയുടെ ഓരോ ചലനങ്ങളും ശ്യാമിനോടുള്ള അവളുടെ പെരുമാറ്റങ്ങളും ഒക്കെ അവളറിയാതെ തന്നെ ശ്രദ്ധിച്ചും കൊണ്ട് നിൽക്കുകയാണ്. നിനക്കവിടെ സുഖമാണോ മോളെ എന്നും അവർക്കൊക്കെ നിന്നോട് വലിയ കാര്യമാണോ എന്നും ശ്രീലേഖയോട് ചോദിക്കാൻ അവർക്ക് ധൈര്യം പോരായിരുന്നു. അവളിൽ നിന്നുണ്ടാകുന്ന മറുപടിയും അത് കേൾക്കെ അവളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റവും നിരാശാജനകമാണെന്നുണ്ടെങ്കിൽ അതോടെ തീരും തൻ്റെ മനസ്സമാധാനം. എന്നാൽ ശ്യാംസുന്ദരനുള്ള ജ്യൂസ് സ്വയം എടുത്തും കൊണ്ട് പോകുന്നതും അവൻ്റെ സാമീപ്യത്തിൽ അവളുടെ മുഖം ഒരു പൂവ് പോലെ വിടരുന്നതും കാണുകെ അവർക്ക് തോന്നി തൻ്റെ ഉദ്യമം വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അത് കുറച്ചൊന്നുമായിരുന്നില്ല അവരെ സന്തോഷിപ്പിച്ചത്. തൻ്റെ മകൾ പുതിയ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവതിയാണെന്നുള്ള ചിന്ത അവരുടെ സന്തോഷം ഇരട്ടിപ്പിച്ചു. ചെറുതെങ്കിലും ഒരു നല്ല സദ്യവട്ടം തന്നെ അവർ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മീനും ഇറച്ചിയും പച്ചക്കറിയും എല്ലാം ഉണ്ട്. പക്ഷേ ശ്യാംസുന്ദറിന് ഇഷ്ടപ്പെട്ടത് പാലട പ്രഥമനായിരുന്നു. അവൻ രണ്ടാമതൊരു ഗ്ലാസ് കൂടി തനിയെ ഒഴിച്ച് കഴിക്കുന്നത് കണ്ടോടെ സുനിത കൈപൊക്കി. ശ്യാമേട്ടാ, ഞാനാണ് പ്രിപ്പറേഷൻ, പൊളിയല്ലേ പാലട? ശ്യാംസുന്ദർ ഉഗ്രൻ എന്ന കൈവിരലുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. പിന്നീട് നിൻ്റെ ഒരു പ്രിപ്പറേഷൻ നീ എന്തോ ചെയ്തിട്ടാ? ചേരേണ്ടതെല്ലാം ചേരേണ്ട അളവിൽ എടുത്തു തന്നത് ഞാൻ. പാലും മധുരവും നെയ്യും ഒക്കെ ചേർത്ത് തിളപ്പിച്ചത് ഞാൻ. അവസാനം വന്ന് നിന്ന് 2 മിനിറ്റ് അതിലേക്കൊരു തവിയിട്ട് ഇളക്കിയ ശേഷം അവൾ പറയുന്നത് കേട്ടില്ലേ, അവളാണ് പ്രിപ്പറേഷൻ എന്ന്. എന്നാൽ ഇത് മുഴുവൻ നീ തന്നെയാ വെച്ചതെന്നങ്ങ് പറയാൻ വയ്യായിരുന്നേടി. സരോജമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആഹാരമൊക്കെ ഗംഭീരമായിരുന്നെന്ന് മരുമകൻ പറയുന്നത് അവർക്കൊന്ന് കേൾക്കണം. ആഹാരമുണ്ടാക്കി വയറ് നിറച്ച് മറ്റുള്ളവരെ കഴിപ്പിക്കുന്നവരുടെ തൃപ്തി അതാണല്ലോ. ആഹാരം കഴിച്ച ശേഷം ശ്രീലേഖ തന്നെ വീട്ടിൽ എല്ലാവർക്കുമുള്ള ഡ്രസ്സുകൾ വിതരണം ചെയ്തു. സരോജിനിയമ്മയ്ക്ക് കസവ് കടയുടെ സെറ്റുമുണ്ട്. സുനിതയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള 2 ജോഡി ചുരിദാറുകൾ. ശ്രീകുട്ടന് ഫാൻറ്റും ഷർട്ടും, അതും വിലയേറിയത് തന്നെ. ശകുന്തളപ്പച്ചി വരുമ്പോൾ കൊടുക്കാനായി ഒരു നേരിയതും മുണ്ടും പ്രത്യേകം അവൾ സരോജിനിയമ്മയെ ഏൽപ്പിച്ചു. സുനിത തൻ്റെ ചുരിദാർ തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടതോടെ ശ്രീലേഖ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താടി, നിനക്കിഷ്ടമായില്ലേ? നിൻ്റെ ഫേവറേറ്റ് കളറല്ലേ? ഇഷ്ടമായില്ലേ എന്നോ? സൂപ്പർ. ഞാൻ നോക്കിയത് ഇതിലൊരെണ്ണം ചേച്ചി ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നാ. ഒരെണ്ണം ഇടാവോ ചേച്ചി? സുനിത അതിൽ നിന്നും ഒരു ചുരിദാർ എടുത്ത് ശ്രീലേഖയ്ക്ക് നേരെ നീട്ടി. ഞാനോ? പോടി അവിടുന്ന്, എനിക്കെങ്ങും വയ്യ. ശ്രീലേഖ ഇടയ്ക്ക് ശ്യാംസുന്ദരിനെ നോക്കി. അവനും അവരെ ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു.
നീ എന്തിനാ എന്നെ നോക്കുന്നത്? സുനിതയല്ലേ എന്നോട് ആവശ്യപ്പെട്ടത്? അവിടെ നിന്നോട് ഞങ്ങൾ പറഞ്ഞു തോറ്റ കാര്യമല്ലേ ഇത്? സുനിതയോട് നീ അത് തന്നെ പറഞ്ഞോ? ചേച്ചിക്ക് അവിടെ ചുരിദാറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ? സുനിത അവനെ നോക്കി ചോദിച്ചു. ഉണ്ടോന്ന്? 4-5 ജോഡി വാങ്ങി അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവൾ അതൊന്ന് തുറന്ന് നോക്കണമല്ലോ. അതുപോലും ചെയ്തിട്ടില്ല. എനിക്കും അമ്മയ്ക്കും ഇവളോട് പറയാൻ ഇതേ ഉള്ളൂ കാര്യം. എവിടെ? അവൾ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ എന്നാ ഇപ്പോൾ എൻ്റെ സംശയം. എനിക്ക് ഈ സാരി മതി ശ്യാമേട്ടാ, ഇതല്ലേ എനിക്ക് ചേരുന്നത്. അല്ലേ അമ്മേ? അവൾ താനോടുത്തിരുന്ന സാരിയുടെ ഞൊറികൾ ശരിയാക്കിയിട്ടും കൊണ്ട് പറഞ്ഞു. സാരി മാത്രമൊന്നുമല്ല, ചുരിദാറും ചേരും നിനക്ക്. സ്കൂളിൽ പഠിക്കുമ്പോൾ നിൻ്റെ യൂണിഫോം ചുരിദാറല്ലായിരുന്നോ? അന്ന് നിനക്ക് ചേർച്ചക്കുറവൊന്നും തോന്നിയിട്ടില്ലല്ലോ. അന്നത്തെ പോലെയാണോ അമ്മ ഇന്ന്? എനിക്ക് ഇതങ്ങ് ശീലമായി പോയി ശ്യാമേട്ടാ. ആ ശീലമൊക്കെ ഒന്ന് മാറ്റി ചേച്ചി. എന്നിട്ട് ചേച്ചി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇടാൻ നോക്ക്. നമുക്ക് ചെറിയച്ഛൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങോട്ടെന്തിനാ പോകുന്നത്? ഗോപി അവിടെ കാണത്തില്ല. അവൻ കൃഷി ഓഫീസിലോ മറ്റോ പോയി കാണും. പെട്ടെന്ന് സരോജിനി അമ്മ പറഞ്ഞു. അവർക്ക് മരുമകളും ഭർത്താവും അവിടേക്ക് പോകുന്നതിൽ ചെറിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. സാരമില്ല അമ്മേ, അവിടെ ചെറിയമ്മ ഉണ്ടാവും. ചെറിയച്ഛനില്ലെങ്കിൽ വരുമ്പോൾ ചെറിയമ്മ പറഞ്ഞോളും ഇവർ വന്നിട്ട് പോയെന്ന്. സുനിത അവളെ വളരെ നിർബന്ധിച്ചും കൊണ്ടുപോയി അതിൽ ഏറ്റവും മനോഹരമായ ഒരു ചുരിദാർ ധരിപ്പിച്ചു. ദൈവമേ, ഇനി ചേച്ചി ആ സാരിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്ക്. ഇത് മതി, ഇത് മാത്രം മതി. എന്താ അഴകെന്ന് നോക്ക്. ശ്യാമേട്ടൻ്റെ അമ്മയ്ക്ക് ഒക്കെ സന്തോഷമാവും, നോക്കിക്കോ. പിന്നെ ഞാനെങ്ങും ഇത് ഇട്ടും കൊണ്ട് വീട്ടിൽ പോകില്ല. എനിക്കെൻ്റെ സാരി മതി. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കിയപ്പോൾ ശ്രീലേഖയ്ക്കും തന്നെ കുറിച്ചൊരു അഭിമാനം തോന്നി. അവർ തളിക്കൽ ഗോപിനാഥൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സരോജിനി അമ്മയെ കൂടി വിളിച്ചെങ്കിലും അവർ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അവർ 4 പേരും കാറിൽ ഗോപിനാഥൻ്റെ വീട്ടിലേക്ക് പോയി. ശ്രീലേഖ കാറിൽ നിന്നിറങ്ങുന്നത് കണ്ട് ചന്ദ്രിക അമ്പരപ്പോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഓർക്കുമായിരുന്നു ആരായി വന്നിരിക്കുന്നത്. കണ്ടു പരിചയമുള്ള രൂപമാണല്ലോ എന്ന്. എന്തൊരു മാറ്റമ്മ മോളെ ഇത്. ചന്ദ്രികയുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറിയമ്മയുടെ സന്തോഷം ചന്ദ്രിക അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ശ്രീലേഖയുടെ കൈക്ക് പിടിച്ചും കൊണ്ട് തന്നെ ചന്ദ്രിക കുനിഞ്ഞ് കാറിനുള്ളിലേക്ക് നോക്കി. ഇറങ്ങി വാ മോനെ. ചന്ദ്രിക അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചെറിയച്ഛൻ എവിടെ ചെറിയമ്മേ? പാടത്ത് ജോലിക്കാരുണ്ടോ? ശ്രീലേഖ തിരക്കി. ഇല്ല മോളെ, ഇതാ ഇതുവരെ ഇവിടെ നിന്നതാ. അപ്പോഴുണ്ട് ആ കവലയിൽ ചായക്കട നടത്തുന്ന ആൾ വരുന്നു. 4-5 കുല വേണമെന്ന് പറഞ്ഞ്. കുലയും വെട്ടിക്കയറ്റി ഓട്ടോയിൽ അയാളോടൊപ്പം കടയിലേക്ക് പോയതാ. തൂക്കിക്കൊടുത്ത് കാശ് മേടിക്കാൻ. ഞാൻ വിളിക്കാം, ഇപ്പോൾ എത്തും. അപ്പോൾ തന്നെ ചന്ദ്രിക ഫോണെടുത്ത് ഭർത്താവിനെ വിളിച്ചു. 5 മിനിറ്റിനുള്ളിൽ ഒരു ഓട്ടോയിൽ ഗോപിനാഥൻ വീട്ടിൽ വന്നു. ശ്രീലേഖയും ഭർത്താവും തങ്ങളെ സന്ദർശിക്കാൻ എത്തിയത് അവർക്ക് ചെറിയ സന്തോഷമൊന്നും ആയിരുന്നില്ല. ഒരു ചെറിയ സൽക്കാരത്തിനിടയിൽ ഗോപിനാഥൻ ശ്യാംസുന്ദറുമായി സംസാരിച്ചിരിക്കെ ചന്ദ്രിക വന്നു. ശ്രീലേഖയ്ക്ക് കൂട്ടി അകത്തെ മുറിയിൽ കൊണ്ടിരുത്തി വിശേഷങ്ങൾ തിരക്കി. മതി, നിനക്ക് സന്തോഷമാണല്ലോ, അതിനപ്പുറം ഒന്നും കേൾക്കേണ്ട ചെറിയമ്മയ്ക്ക്. അവരുടെ സ്നേഹം അതേപോലെ തിരിച്ചു കൊടുത്താൽ മതി മോളെ. 100 ഇരട്ടി നിന്നെ ആ അച്ഛനും അമ്മയും സ്നേഹിച്ചോളും. കണ്ടിട്ട് ശ്യാം നല്ല സ്നേഹമുള്ള മോനാണെന്ന് തോന്നുന്നു, ചന്ദ്രിക സമാധാനത്തോടെ പറഞ്ഞു. കുറച്ച് സമയത്തിനകം അവർ യാത്ര പറഞ്ഞു. സുനിതയും ശ്രീകുട്ടനെയും വീട്ടിൽ തിരികെ വിട്ടിട്ട് വേണം അവർക്ക് മടങ്ങിപ്പോകാൻ. നിനക്കെന്താടി ഞാൻ തന്നുവിടേണ്ടത്? ഗോപിനാഥൻ ഒട്ടുനേരം ചിന്തിച്ചു നിന്നു. ഒന്നും വേണ്ട ചെറിയച്ഛ, ചെറിയച്ഛൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക്. എപ്പോഴൊക്കെ അയാളിൽ നിന്നും കിട്ടിയ സ്നേഹത്തിൻ്റെ നിറവ് അവളുടെ ഓരോ വാക്കുകളിലും കാണാമായിരുന്നു.
ഗോപിനാഥൻ പാടത്തേക്ക് പോയി 1-2 ഏത്തക്കുലകളും വെട്ടി മടങ്ങി വന്നു. ഇതിരിക്കട്ടടി, വ്യാജനല്ല, നല്ല നാടനാ. അയാൾ തന്നെ അത് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചു കൊടുത്തു. അവൾ മടങ്ങിപ്പോകുന്നത് ചന്ദ്രികയും ഗോപിനാഥനും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷം നൽകുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. തുടരും കഥയുടെ അടുത്ത ഭാഗം.